ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എളുപ്പം അങ്ങ് പറയുക. ഇത് കണ്ടോ, ഒരു കപ്പ, നമ്മളിവിടെ ചീനി എന്നാണ് പറയുന്നത്, അപ്പുറത്ത് പിന്നെ നട്ടിട്ട് നേരത്തെ നട്ടിരുന്നതാണ്. ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു കമ്പ് ഇങ്ങനെ വെച്ചിരുന്നതാണ് ചേച്ചൻ. അതേ കൂടെ അങ്ങ് ഇതായി വന്നതായിരുന്നു. എൻ്റെ ഇവിടെ ആയിരുന്നു. അതുകൊണ്ട് കാറ്റ് വന്നപ്പോഴത്തേക്ക് സ്ഥലമൊന്നും ഇല്ലാത്ത ഇവിടെ ഒരു മുറ്റത്തിൻ്റെ ഒരു സൈഡാണ്. അപ്പോൾ അവിടെ അതങ്ങ് കിളിച്ച് വന്നു. അപ്പോൾ അച്ചാച്ചൻ അതിൻ്റെ കമ്പ് എടുത്തിട്ട് അച്ചാച്ചൻ അത് നടണമെന്നൊരു മൂടെങ്കിലും നടണമെന്ന് അച്ചാച്ചനെ കൊണ്ട് തീരെ വയ്യായിരുന്നു. കഴിഞ്ഞ ദിവസം പോയിട്ട് ഒരു ഇഞ്ചക്ഷനൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ചെറിയൊരു സുഖമുണ്ട്. ഒരുപാട് നാളായി ചാച്ചനിപ്പോൾ എന്തെങ്കിലും ഒന്ന് നട്ടിട്ട് ചാച്ചൻ വന്നിട്ട് കൊണ്ട് ചാച്ചൻ കിളയ്ക്കുന്നത് കണ്ടോ. ചാച്ചൻ ഇങ്ങനൊന്നും ആവത്തതേ ഇല്ല. ഇന്ന് എന്തുവാന്ന് എനിക്കറിയത്തില്ല. എന്തോ ചാച്ചൻ അത് എന്തുവാ നിൽക്കുന്നതെന്നറിയാമോ? നമ്മുടെ പിന്നെ കോലിഞ്ചി പണ്ട് ഞങ്ങൾ താമസിച്ചെടുത്തു നിന്ന് ചാച്ചനെ ഓരോന്നിനൊക്കെ മരുന്നാണ് കോലിഞ്ചി എന്ന് പറഞ്ഞ് അന്ന് കൊണ്ടുവന്ന് നട്ടിട്ട് ഇവിടെ മുഴുവൻ അങ്ങ് അജു അത് മൊത്തം കിളച്ച് കളഞ്ഞായിരുന്നു. അച്ചാച്ചൻ കൊണ്ട് അതൊന്ന് കിളയ്ക്കുന്നു. ഒരുപാട് നാളായി. നമ്മൾ ഒരു മനുഷ്യരെ പണിക്ക് നിർത്തുന്നതല്ലായിരുന്നു. അജു ചോദിക്കുന്നത് എന്തുവാന്ന് അച്ചാച്ചൻ കൊണ്ടൊന്ന് കിളയ്ക്കുന്നു. അച്ചാച്ച അവിടെ കണ്ട കൊല്ല നിൽപ്പുണ്ടേ കേട്ടോ. അതുകൊണ്ട് വഴുതനയൊക്കെ കളഞ്ഞു കാണും. അച്ചാച്ചൻ വഴക്ക് പറഞ്ഞായിരുന്നു, എന്തെങ്കിലും നടുന്നടുത്ത് അത് നിൽക്കുന്നു ഇത് നിൽക്കുന്നെന്ന് പറയുന്നു. അതുകൊണ്ട് അവിടെ അച്ചാച്ച അതിൻ്റെ അപ്പുറത്തൊരു കൊല്ല നിൽപ്പുണ്ട്. ചെവി കേൾക്കത്തില്ല, അതുകൊണ്ടുള്ളത് കാണാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒന്ന് ഉണ്ടോ എന്തുമാത്രം 10 ഞാൻ പറയാറില്ലയോ, പിന്നെ 49.5 കിലോ ഉള്ള ചീനിയൊക്കെ കപ്പയൊക്കെ ആയിരുന്നു അച്ചാച്ചൻ കിളച്ച് നട്ടിട്ട് അങ്ങോട്ട് എടുക്കുന്ന മുറ്റത്തുനിന്ന്. അതുകൊണ്ട് അവിടെ എല്ലാം ഇതെല്ലാം കാടൊക്കെ ഇനിയും പറിക്കണം. ശ്വാസം മുട്ടിയിട്ട് നിൽക്കാൻ വയ്യാന്നൊക്കെ പറയുന്നുണ്ട്. സൈക്കിൾ എന്തിനാ അവിടെ കൊണ്ടിട്ടേക്കുന്നത് അജു? അച്ചാച്ചൻ ഇതൊന്നും അറിയത്തില്ല. അച്ചാച്ചൻ ചോദിക്കുന്നുണ്ട് എന്തിനാ സൈക്കിൾ കൊണ്ടിട്ടേക്കുന്നതെന്നൊക്കെ. അജു കാട് പറിച്ച് കളയേണ്ട സാധനമാണ്. അജുവിൻ്റെ കൃഷിസ്ഥലമോ പറിച്ച് ഇത് കൊണ്ടുവന്ന് കോഴിയുടെ മുന്നേ കൊണ്ടിടുകയാണെങ്കിൽ അവർ തിന്നും. അച്ചാച്ചൻ ഇഞ്ചി നട്ടാൽ വയനാട് ഇഞ്ചി ഞാൻ നട്ടുപിടിച്ചിരിക്കുന്നു. ഞങ്ങൾ ഈ പ്രാവശ്യം പോയിട്ട് പിന്നെ വിപണിയിൽ പോയിട്ട് പിന്നെ ഇവിടുത്തെ ഇഞ്ചിയെല്ലാം ഇതായി പോയായിരുന്നു. അച്ചാച്ചനെല്ലാം കിളച്ച് പിന്നെ ആർക്കൊക്കെയോ കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നെ ഇവിടെ ഇത് വെച്ചില്ല. ഇപ്പം 2 വർഷം കൊണ്ട് നമുക്ക് ഇഞ്ചി അധികം എടുക്കാനില്ല, ഇച്ചിരിയൊക്കെ കാണത്തുള്ളൂ. അപ്പം കൂടുതൽ വന്നിട്ട് ഇവിടെ മേടിച്ചിട്ടേ ഇല്ല. ഇപ്പോഴേ ഇവിടെ മേടിക്കാൻ തുടങ്ങിയപ്പോൾ ഉണ്ട്. പിന്നെ ഇതുപോലെ അച്ചാച്ചൻ ഇതെല്ലാം ആൾക്കാർക്കെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് പാടായിരുന്നു. അപ്പോൾ അജു വിപണിയിൽ പോയിട്ട് ഇഞ്ചി മേടിച്ചുകൊണ്ട് വന്നു ഒരു ദിവസം. അച്ചാച്ച പയറ് അജു വെച്ചേക്കുക. പിന്നെ അപ്പം എന്നിട്ട് അജു പിന്നെ മേടിച്ചുകൊണ്ട് വന്നത് ഈ പൊട്ടിഞ്ചി ഉണ്ടല്ലോ, നമ്മുടെ ഇളയിഞ്ചി എന്നൊക്കെ പറയുന്ന പൊട്ടിഞ്ചി, അത് അങ്ങോട്ട് മേടിച്ചു കൊണ്ടുവന്ന് അവർ ഇട്ടിട്ട് അത് ഇങ്ങനെ പിന്നെ കഴിഞ്ഞ വർഷത്തെ വിത്തിഞ്ചിയാണെന്നും പറഞ്ഞുകൊണ്ട് തന്ന് 300 350 അങ്ങാണ്ട് രൂപയായി 1 കിലോയ്ക്ക് മേടിച്ച്. ഒരെണ്ണം അതിൽ ഞങ്ങൾക്ക് കിളിച്ചില്ല. പിന്നെ നമുക്ക് പിന്നെ കാർഷിക കിറ്റിനകത്ത് നിന്ന് നമുക്ക് കുറച്ച് ഇഞ്ചി കിട്ടിയായിരുന്നു. ആ ഇഞ്ചി 5-6 എണ്ണം അപ്പുറത്ത് നട്ടതുണ്ടായി, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നതൊക്കെ എടുത്തു കൊണ്ട് ഇവിടെയൊക്കെ കുറച്ചൊക്കെ നട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെയാണ് ഇപ്പം നമുക്ക് ഇവിടെ ഉള്ളത്. വേറെ ഒന്ന് അച്ചാച്ചാ എടാ നടരാ, നിൻ്റെ ഗ്രോ ബാഗ് എടുത്ത് കിളച്ച് മാറ്റുന്നു, വലിച്ചു പൊക്കി കളയുന്നെടുത്ത്. എടാ നീ ഇങ്ങോട്ട് വാടാ. ഞാനും അച്ചാച്ചനാണെങ്കിൽ ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്യാതെ പിന്നെ അത് പിടിച്ച് പിന്നെ തൂമ്പ വെച്ചങ്ങ് മാറ്റി. അച്ചാച്ചൻ ഒന്നാമത് ചെവി കേൾക്കത്തില്ല. എന്നറിയാവുന്നവർ ഞാൻ ഇതും പിടിച്ചുകൊണ്ട് നിൽക്കുമായതുകൊണ്ട് ഒക്കത്തെ അവിടെ ചേമ്പിൻ്റെ സൈഡിലോ ഇവിടോട്ടോ എടുത്ത് വെക്കും മോനെ, ഇങ്ങോട്ട് മാറ്റി വെക്ക്. ഇതുകൊണ്ടല്ല അവിടെ വെക്കടാ കുഞ്ഞെ, അവിടെ വെക്കടാ മോനെ, ഇതുകൊണ്ട് അങ്ങ് വെക്ക്, അവിടെ ഇരുന്നോട്ടെ. അച്ചാച്ചൻ നടുമ്പോൾ ഇനി അത് വലിച്ചു പൊക്കാത്ത പോലെ മാറ്റി വെക്ക്. അവനും പനി ഒന്നുമില്ല ചാ, കിളച്ചെടുത്ത് കളയാവുന്നത്. കോഴിയൊക്കെ തീറ്റി കൊടുക്കണ്ടായോ? അവിടെ എല്ലാം പിന്നെ കൊല്ല നിൽക്കുക. കൊല്ലയെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം, മുളക് തൈയാണേ. അച്ചാച്ച ഒരു മിനിറ്റ് അച്ചാച്ച, ഞാൻ അങ്ങോട്ടൊന്ന് വരാം.
ഇതൊക്കെ ഞാനങ്ങ് പറിച്ച് മാറ്റിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ചില സാധനങ്ങളൊക്കെ നിൽക്കുന്നത് നമുക്ക് പിന്നെ കണ്ടാൽ അറിയത്തില്ല. അജുമോൻ ഇവിടെ പിന്നെ ഈ മുളകിൻ്റെ തൈ അതിനാ നമ്മൾ കൊല്ലത്തൈ എന്ന് പറയുന്നത്. മാറാ ചാച്ച ഒരു മിനിറ്റ് അത് നട്ടേക്കുക. കണ്ട ഒത്തിരി വർഷത്തിന് ശേഷം 2 വർഷത്തിന് ശേഷം, ഒത്തിരി എന്നൊന്നുമില്ല 2 വർഷം, അതിന് മുമ്പ് വരെ എല്ലാം അച്ചാച്ചൻ തന്നെ ഇവിടെ നട്ടുകൊണ്ടിരുന്നത് കേട്ടോ. അച്ചാച്ചൻ വന്നത് അച്ചാച്ചൻ സ്വയം ഇതൊന്ന് നടട്ടെന്നും പറഞ്ഞുകൊണ്ട് അച്ചാച്ചൻ പോവുകയെന്ന് പറയുന്നു. ഞാനിതൊക്കെ പറിക്കുന്നതിന് അച്ചാച്ചൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്കിടെ നമ്മൾ കയറുന്നതിൻ്റെ ദേഷ്യം. ഇതുകൊണ്ട് അച്ചാച്ച അങ്ങോട്ടൊന്ന് നോക്കിയേ, 3 കൂടി കൊല്ലയുണ്ട്, അവൻ നട്ടു വെച്ചേക്കുവാന്നേ. അത് കളയരുത്. കൊല്ലത്തൈ വേണ്ടേ, ഇത് വഴുതനയുടെ തൈയും ഇത് കൊല്ലയുടെ തൈയും കളയരുത് കേട്ടോ. ഇത്രയുടെ ഉണ്ടാകത്തതേ ഇല്ല ഇപ്പോൾ അതൊന്നും നട്ട് കഴിഞ്ഞാൽ. ഇഷ്ടംപോലെ കറിവേപ്പിൻ്റെ തൈകളുണ്ട്, അതൊക്കെ അതുകൊണ്ട് കിളച്ചൊക്കെ കളയുന്നു. എന്നോട് ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് നമുക്ക് പ്രശ്നമേ ഇല്ല, അതൊക്കെ പോയ. ചാച്ചൻ കിളയ്ക്കുക. എനിക്കന്ന് ഇങ്ങനത്തെ പണികൾ അറിയത്തില്ല. അതേസമയം വേറെ ഇങ്ങനെ ഇത് പിഴുത് നടുവൊക്കെ ചെയ്യുന്നതൊക്കെയാണ് നമുക്കറിയാം. ഞങ്ങളെയും കൊണ്ട് ഇതൊന്നും പണ്ട് ചെയ്യിപ്പിച്ചിട്ടില്ലാത്തതുകൊണ്ട്. ഇതങ്ങനൊന്നും പൊക്കിയെടുത്ത് ഒന്നും ചെയ്യാനൊന്നും അച്ചാച്ചനൊക്കത്തില്ല. തൂമ്പായും കൊണ്ടൊന്നുമേ ഇന്നലത്തെ ആ മരുന്ന് കഴിച്ചതിൻ്റെ എഫക്റ്റിൽ അങ്ങ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം 3 മൂടിനുള്ള തടം അച്ചാച്ചനെ എടുത്തു കഴിഞ്ഞു. നമുക്ക് കാണത്തില്ലേ അങ്ങനെ എടുത്തേക്കുന്നത്. ചീനിക്കമ്പ് ഇതൊരെണ്ണം, ഇതാന്ന് അച്ചാച്ച 1 അതാണ്ട്. എത്ര മൂട് വേണം? 3 അല്ലേ? 3 തടം അച്ചാച്ചൻ ഇട്ടിട്ടുണ്ട്. ചാച്ചന് ഓർമ്മയുണ്ടോ പണ്ട് ഇവിടെ ഒരുപാട് വലിയ ഇതുകൊണ്ട് പന്നി വന്നെടുത്തത്? ഇവിടെ ഇങ്ങനെ നട്ടിട്ട് എന്തുവായിരുന്നു അത്, മൊത്തം പന്നി വന്നെടുത്ത്. പക്ഷെ ഇവിടെയൊക്കെ ഒന്നും ചെയ്യാതിട്ടേക്കുന്നത് കൊണ്ട് അവിടെ മതിലിൻ്റെ കീഴിലൊക്കെ ആകുമ്പോൾ ഉള്ള കുഴപ്പമാണ്. നടാവുന്നവർക്കെല്ലാം നടാം. അച്ചാച്ചനാവുമായിരുന്നെങ്കിലുണ്ടല്ലോ ഇതെല്ലാം ഇപ്പം ഇഷ്ടം പോലെ കണ്ടേനെയായിരുന്നു. എന്നെ വഴക്ക് പറയുക, ഞാൻ മാറിപ്പൊയ്ക്കോണമെന്ന് പറയുക, ഇവിടെയൊക്കെ നിന്ന് കറങ്ങിത്തിരിയാതെന്ന്. ഈ കുമ്പളം വലിച്ച് പറിച്ച് കളയുവാന്നോ? ഇതിൻ്റെ മൂടി ഇവിടാ. അപ്പം ഇനി ഇതെവിടെ വിടാൻ പോവാ? ചാച്ചൻ ഇങ്ങനെ ഒരു വിവരവേ അറിയത്തില്ല. ഇതിങ്ങനെ നമ്മൾ ഇങ്ങനൊരു വീഡിയോ ചീനിക്കമ്പ് എടുത്ത് മാറ്റാൻ പറയുന്നുണ്ട്. നമ്മൾ പറയുന്നത് കേൾക്കത്തില്ല. പോയേക്കട്ടെ ഞാൻ. എന്നോട് പോയേക്കാൻ പറയും. അതോ അത് കൊണ്ടില്ല, എന്തുവാ അതിൻ്റെ പേര്? കൊണ്ട് കോലിഞ്ചി കിളച്ചജു അതിനകത്തങ്ങോട്ട് വെച്ചേക്കുക. നമ്മുടെ ഈ വീടിന് പണ്ട് പിന്നെ ഇതുണ്ടായിരുന്നു, നമ്മുടെ പിന്നെ സീലിംഗ് ആയിരുന്നു. ആ സീലിംഗ് എല്ലാം പിന്നെ ഈ ചെതലൊക്കെ കയറി കഴിഞ്ഞപ്പോഴത്തേന് കണ്ടു കഴിഞ്ഞാൽ സീലിംഗ് നല്ല വാർത്ത വീട് പോലെ ഇരിക്കുമായിരുന്നു. കണ്ടു കഴിഞ്ഞാൽ ഒന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ സീലിങ്ങും പിന്നെ എല്ലാം പൊട്ടി, അതൊക്കെ ഒത്തിരിയൊക്കെ ഇവിടെ അവിടെ എല്ലാം വാരി ഇട്ടിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ ഇളകി തറയിൽ കൂടെ വരുന്നുണ്ട്. അപ്പോൾ പറക്കി മാറ്റുവാണെങ്കിൽ എല്ലാം നട്ട് കഴിഞ്ഞാൽ ഉണ്ടാവുന്നത്. അച്ചാച്ചൻ ഇപ്പോൾ ഒരു ആവത് തോന്നിയപ്പോൾ അച്ചാച്ചൻ അങ്ങ് ചെയ്യുക. ഈ തൂമ്പായല്ലേ ഇത് അച്ചാച്ച, അത് ഒടിഞ്ഞു പോവും.
അറിയത്തില്ല, ഇത് ഒടിഞ്ഞു പോവും. എന്തുവാ അതൊന്നും എനിക്കറിയത്തില്ല. കൈ ഇരിക്കുന്ന സാധനം ഒടിഞ്ഞു പോവും. വെൽഡ് ചെയ്ത് വെച്ചേക്കുന്ന അതൊരു കൊന്നക്കമ്പ്, കൊന്നയുടെ കമ്പോ ഏതാണ്ട. അവിടെ ഒരു കൊന്ന നട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ, അതിൻ്റെ ഏതാണ്ട. അത് വെച്ച് ഇളക്കി കഴിഞ്ഞാൽ അത് ഒടിഞ്ഞു പോവും. പിന്നെ ഇത് കൈക്കോട്ട്, പിന്നെ നമുക്കിവിടെ കൂന്താലി, ആ കൂന്താലി എല്ലാം പിന്നെ അതിന് കൈയൊന്നുമില്ല. അത് വാത്തലയൊക്കെ നിരത്തിയൊക്കെ റെഡിയാക്കി വെക്കണം. അച്ചാച്ചനാവാത്തതുകൊണ്ട് ഇതൊന്നും ആരാ ചെയ്യുന്നത്? അജുമോൻ അത്രയ്ക്കുള്ള അറിവുകളൊന്നുമില്ല. അവനറിയാവുന്ന രീതിയിൽ അവനെല്ലാം കൊണ്ടുപോയി ശരിയാക്കി എടുത്തുമൊക്കെ അവന് കൊണ്ടുവരും. അങ്ങനെ ഇതൊക്കെ അവൻ്റെ ഉപകരണങ്ങളാണ്. മറ്റേ സൈസൊക്കെ അച്ചാച്ചൻ ഉപയോഗിക്കുന്നു. അച്ചാച്ചന് വയ്യാതായതുകൊണ്ട് അതെല്ലാം ഇതാണ്ട് ചെതല് പിടിച്ച് അവിടെ ഇവിടെ എല്ലാം ഇതുകൊണ്ട് അവിടെയൊക്കെ കിടപ്പുണ്ട്. ആ മൂലയ്ക്കൊക്കെ അതുകൊണ്ടൊക്കെ കിടക്കുന്നു. അച്ചാച്ചന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന എല്ലാം അതൊക്കെ അച്ചാച്ചന് വാക്കുള്ളത്. ഈ സൈസൊന്നുമല്ല അജുവിന് വാക്കിത്. ചാച്ച നടന്നു പോകുന്ന വഴി നടല്ലേ അച്ഛാ, നടന്നു പോകുന്ന വഴി. ഏതാണ്ടൊക്കെ പറക്കി ചിരട്ടയോ ഒക്കെ പറക്കി ഇടുക. അവിടെ ഒരു മൂട് കപ്പ നിപ്പുണ്ട്. നീ ഇവിടെ കയറി നിന്നു. ഞാനിനിയും പോവും. അച്ചാച്ചൻ ഇനിയും ബാക്കിയും കൂടെ ഒക്കെ നട്ടിട്ട് വരട്ടെ. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ. അച്ചാച്ചൻ ചെയ്യുന്ന ജോലി, അച്ചാച്ചന് ആഗ്രഹം കഴിഞ്ഞ ദിവസം ഒരു ഇഞ്ചക്ഷൻ എടുക്കുകയും ആ ഗുളികയെ ഡോക്ടറിനോട് മേടിച്ച് കഴിഞ്ഞപ്പം ഒരാശ്വാസമുണ്ട്. നമുക്കിതൊന്നും പറഞ്ഞ് സ്ഥിരമായിട്ട് നമുക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആടിന് കൊടുക്കാനുള്ളത് എവിടെ പോയിട്ട് വന്നാലും ഇങ്ങനെ പറിച്ചുകൊണ്ട് കൊടുക്കും. നമ്മളൊന്നും ഇങ്ങനെയല്ല. നമ്മൾ പോയിട്ട് തീറ്റി അറക്കാൻ പോകുമ്പോൾ അറക്കുകയോ ചെയ്യുന്നത്. അച്ചാച്ചൻ അങ്ങനെയല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കയറിയിട്ട് വരുമ്പോൾ ഓരോ പിടി കൊണ്ടുവരികയോ കെട്ടിക്കൊടുക്കുകയോ. അന്നൊക്കെ നമ്മുടെ ആടുകളെ കണ്ടു കഴിഞ്ഞാൽ അത്രയും നല്ലതായിട്ടായിരുന്നു അതുങ്ങളിരിക്കുന്നത്. ഇപ്പം നാണ്ട് ഒക്കെ പിന്നെ നമ്മുടെ അജുമോൻ്റെ കൃഷികളാണ് കേട്ടോ. ഇവിടെ ഒന്നും നമ്മൾ ഞാൻ ഇങ്ങോട്ടൊന്നും കൊണ്ടുവന്ന് കാണിച്ചിട്ടില്ലായിരുന്നു. അവനും എണീറ്റിട്ട് രാവിലെ ഒന്നും ചെയ്യരുതെന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ കുഞ്ഞെണീറ്റ് രാവിലെ പോയിട്ട് ഓരോന്നൊക്കെ ചെയ്യുക. അവന് പിന്നെ വാഴപ്പിണ്ടി അരിയുന്നുണ്ട്. അങ്ങനെ കിടക്കത്തില്ലെന്ന് ഞാൻ പറയാറില്ലേ. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ താങ്ക് യു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു. അച്ചാച്ചൻ ഇനിയും 6 എണ്ണത്തിനുള്ളതാണ് കപ്പയുടെ ഇത് എടുത്തിട്ടുണ്ട്. അച്ചാച്ചൻ നട്ട് കഴിഞ്ഞാൽ എവിടെ കൊണ്ട് എറിഞ്ഞാലും ഇഷ്ടം പോലെ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ താങ്ക് യു. എല്ലാവരും വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യുകയോ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.